ഇങ്ങോട്ട് പോകണം. என்னம்மா இതെന്തോ ഇത്? അയ്യോ ഇത് എന്നമ്മാ ഇത്? അയ്യോ എന്നമ്മാ ഇത്? എന്നോടാന്ന് ചോദിക്കുന്നത് എന്തുവന്ന്? അമ്മ ഞാൻ കോൾ വന്നപ്പോ പോയി പേസ പോനെ. എനിക്ക് തെരിയല. ഒന്നും തെരിയത്തില്ലല്ലോ നിനക്ക്. അയ്യേ ഇതെന്താ ഇവിടെ ഇങ്ങനെ? അയ്യോ എന്താ ഇത് ഇങ്ങനെ? നിനക്ക് ഇതൊന്നും ഒന്ന് ശ്രദ്ധിച്ചൂടായോ? അത് ഞാനിപ്പോഴാ കാണുന്നത്, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഒന്നും നീ അറിയത്തില്ലല്ലോ. ചേടാ എന്തുവാ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കണേ? ഇത് നീയാണ് ഇങ്ങനെ ചെയ്തിട്ടേക്കണത്. നീ ഞാൻ വെള്ളം വിളിച്ചാൻ പറയാം. കാലിന് വയ്യ. ഞാൻ അങ്ങനെ ചെയ്യും. കാലിനെന്ത് പറ്റി? ഓ കാലിനെന്താ പറ്റിയാന്ന്? നേരത്തെ ഇവിടെ ആരോ ഒരാളെ ഒരു ബൗള് തറയിട്ട് പൊട്ടിച്ചായിരുന്നു. അത് കാലില് പൊത്ത് കേറിയായിരുന്നു, ഓർമ്മയുണ്ടോ? ഇവിടെ താൻ പൊട്ടിച്ച ബൗള്. ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചിട്ടില്ലെന്ന്. ഓ തന്നടെ ഒന്നും ചെയ്തത് താനല്ല. അല്ല ഇതും താൻ തന്നെ ചെയ്തേ. രാവിലെ എന്റെ ഷർട്ട് നശിപ്പിച്ച് ബൗള് പൊട്ടിച്ച് ഇതും താൻ തന്നെ ഫിക്സ്. തനിക്ക് എന്തു രുചി? മിക്കവാറും നീ എന്റെ തല്ലുകൊണ്ട് ചാവും. ஐயோ நீங்க சண்டை போட வேண்டாம், நான் இதெல்லாம் க்ளீன் செய்யறேன், அவ்வளவுதான். വേണ്ട, ഇതാരാണോ ചെയ്തത് അവർ തന്നെ ക്ലീൻ ചെയ്താൽ മതി. ചേച്ചി ക്ലീൻ ചെയ്തിട്ട് അതിന് ആരാ ചെയ്തതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാ? എങ്ങനെ കണ്ടുപിടിച്ചാലും കനാൻഡി ആണോ? നിജമാ சொல்றேன்டா, நான் இல்ல. ഡൗട്ട് ഇരുന്നാ പാറൂട്ട കൂപ്പിട്ട് കേളു. ആ പാറുവിന്റെ കൂപ്പിട്ട് കയറേ. അവള് ഇപ്പൊ അങ്ങോട്ട് ഓടിപ്പോണ. ഞാൻ ഒന്നും പറഞ്ഞില്ല ചോദിച്ചിട്ട്. തേച്ച സമയത്ത് അവള് ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. എന്തോ? അടി ഉണ്ടാക്കരുത്, സമാധാനമായിട്ട് മറുപടി പറയണം. ചോദിക്ക്. രാവിലെ എന്റെ ഷർട്ട് കത്തിച്ചത് ചേച്ചിയാണോ? ഐ മീൻ തേക്കാൻ വേണ്ടി ചേച്ചി എടുത്തോ? ഇല്ല. ഉറപ്പല്ലേ? ഓക്കെ. ഇവിടെ ഇരുന്ന് മറ്റേ ബൗള് തറയിട്ട് പൊട്ടിച്ചത് ചേച്ചിയാണോ? അല്ല. ഇത് തള്ളിയിട്ടത് ഞാനല്ല. കനകാന്റെ അമ്മൂമ്മയൊന്നും അല്ലല്ലോ? അല്ല. ഉറപ്പാണേ? ഉറപ്പ്. ഞാനും അല്ല. എന്താ ഉദ്ദേശിച്ചേ? ഉദ്ദേശിച്ചത് ശരിയാക്കി തരാം. അമ്മൂമ്മ, കനകാന്റി പറ്റുവാണെങ്കിൽ 2 തവിയും കൊടുത്തു, ആവശ്യം വരും. വാ. ഇല്ല. കൺഫേം ഇതവിടെ തന്നെ. ആദ്യം ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉറപ്പിച്ചു. അതെങ്ങനെ? പഠിക്കണണ്ടില്ലേ? പറോളേ. നിങ്ങളെല്ലാരും എന്താ ഇവിടെ? ഞങ്ങള് ചുമ്മാ ഇതിൽ കൂടെ നടന്നു പോയിരുന്നല്ലോ. എന്റെ മക്കൾ എന്നെ എടുക്കുക. ഞാൻ പഠിക്കുന്നു, കണ്ടില്ലേ? കണ്ട് ശരിക്കും കണ്ട് ഞങ്ങള്. പാറുവേ, ഞങ്ങളെ ഒരു പൂച്ചയെ തപ്പി ഇങ്ങനെ ഇറങ്ങിയതാ. പൂച്ച? ആ പൂച്ച. ഏതാ? കറുത്ത പൂച്ച? ആ കറുത്ത പൂച്ച തന്നെ. ആ കറുത്ത പൂച്ചയെ അടുക്കളയിൽ കയറിയിട്ട് വേസ്റ്റിന്റെ പാത്രം തട്ടിയിട്ടേക്കണ്. ആ പൂച്ച ഞാൻ അന്നേ നോക്കി വെച്ചേക്കുവാ. ഓ ലച്ചേച്ചി, ഈ പൂച്ച നമ്മുടെ കൈ കിട്ടിയ നമുക്ക് എന്ത് ചെയ്യണം? പൂച്ചനെങ്ങാനും നമ്മുടെ കയ്യിൽ കിട്ടിയാ നമുക്ക് പൂച്ചയുടെ പപ്പും പൂടെ അങ്ങ് പറക്കാം. പൂച്ചയ്ക്കാ പപ്പും പൂടെ? എന്ത് പൂച്ചയ്ക്ക് പപ്പും പൂടെ ഉണ്ടായിക്കൂടെ? അമ്മൂമ്മോ, ഓ പിടിയടാ ഒരെണ്ണം.
ഓക്കെ കറക്റ്റ്. അപ്പൊ എങ്ങനാ എണീരേ, മര്യാദ എണീര്. ഇനി മണിമണിയായിട്ട് സത്യങ്ങളൊക്കെ അങ്ങ് പോരട്ടെ. നീ എന്തിനു നേരത്തെ അവിടെ നിന്ന് ഓടിയേ? അത് കുയിൽ അങ്ങോട്ട് ഓടിപ്പോയി. ഓ, കുയിൽ ഓടിപ്പോയി. ഓടിപ്പോയി. പാറു സത്യം പറഞ്ഞോണം. സത്യം പറയാം, ഞാൻ പേടിച്ചോടിയതാ. എന്തിന്? ഞാൻ അറിയാതെ തട്ടിയിട്ടതാ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. നീ എന്തൊരു തേക്കാണ് അതിന്റെ മണ്ടയ്ക്ക് കയറാൻ പോയെന്നാണ് ഞങ്ങൾ ചോദിക്കണത്. അത് കനാൻഡിയെ സഹായിക്കാൻ വേണ്ടി. ഉദ്ദേശശുദ്ധി, കുഴപ്പമില്ല. അത് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് താഴെ വീണുപോയി. അതിന് ഞങ്ങളെ വിളിച്ചാ പോരെ, നീ ഓടിയ എന്തിന്? അപ്പൊ എനിക്ക് അങ്ങനെ വന്നില്ല. ശരി, അപ്പൊ അവക്ക് അങ്ങനെ വരണ്ട. ഈ കാര്യം അങ്ങ് വിട്ട്. മനസ്സ് നല്ല മനസ്സാണല്ലോ, അങ്ങനൊരു കാര്യം ചെയ്തയാണല്ലോ, പോട്ടെ. നേരത്തെ ബൗള് തറയിൽ വീണ് പൊട്ടിയില്ലേ? അത് ചേച്ചിയെ കനയാൻ്റെ സഹായിക്കാൻ വേണ്ടി തുടയ്ക്കാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോ ആ ബൗള് താഴെ വീണുപോയി. ഓക്കെ, അത് ഉദ്ദേശശുദ്ധി. ചേച്ചി ഇത് പിടി, ഇതുകൊണ്ട് തികയൂല അടുത്തതിന്. എന്റെ 350 രൂപയുടെ ഷർട്ട്. സത്യം പറഞ്ഞോണം, സത്യം പറഞ്ഞോണം. നീ അല്ലേ അത്? ചേട്ടാ, ചേട്ടനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. കൊടമ്പും 2 കൈനീട്ട്. വേണ്ട മുമ്മ, കൈനീട്ടല്ലേ പറഞ്ഞേ? പതുക്കെ അടിക്കണേ. മക്കളെ, തെറ്റ് ചെയ്യാത്തവരായിട്ടേ ആരുമില്ല. അങ്ങനെ തെറ്റ് ചെയ്താൽ അത് തിരുത്താനും തുറന്നു പറയാനും ഉള്ള ധൈര്യം കാണിക്കണം. മക്കളെന്താ നേരത്തെ ഇങ്ങനൊരു കാര്യം ഉണ്ടായപ്പം ഞങ്ങളോട് ആരോടെങ്കിലും പറയാതിരുന്നേ? പേടിച്ചിട്ടാ. മക്കൾ പേടിക്കണ്ട. ഇതുപോലെ എന്തെങ്കിലും മക്കളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാൽ അത് ഞങ്ങളോട് ആരോടെങ്കിലും പറയണം. മക്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ മക്കളുടെ കൂടെ. മക്കൾ പിന്നെ എന്തിനാ പേടിക്കുന്നേ? അമ്മൂമ്മ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഇനി ഇങ്ങനൊന്നും ചെയ്യത്തില്ലല്ലോ? ഇല്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും പറ്റിയ സത്യം പറയുവോ? പറയും. സത്യം മാത്രമല്ലേ പറയത്തുള്ളൂ? സത്യം മാത്രമേ പറയത്തുള്ളൂ. മിടുക്കി. അമ്മമ്മേ, ഓ, ഇനി ഞാൻ സത്യം പറയട്ടെ. പറഞ്ഞോ. നേരത്തെ ബൗൾ പൊട്ടിച്ചിട്ട് ഓടിയില്ലേ, ഓടുന്ന വഴിക്ക് അമ്മൂമ്മ നട്ടുവെച്ച എല്ലാ പച്ചമുളകിന്റെ ചെടിയും ഞാൻ ചവിട്ടി നശിപ്പിച്ചു.